ിലൂടെയാണ് സാബുമോൻ എന്ന ആളെ നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ പരിചിതനാകുന്നത്. ബിഗ് ബോസിൽ സാബുവും ഹിമയും തമ്മിലുള്ള വഴക്കും തല്ലുമൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇവർ ഇത്രയും തല്ലാണോ, എന്താണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇരുവരും നല്ല സൗഹൃദത്തിലുമാണ്. ഇവരുടെ സൗഹൃദം ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. സാബുചേട്ടൻ അതിനിടയ്ക്ക് വിളിച്ചായിരുന്നു അല്ലെ? സാബുചേട്ടൻ ഒന്ന് ട്രൈ ചെയ്യണോ പ്രാങ്ക്? സാബുചേട്ടൻ വിളിച്ച സ്ഥിതിക്ക് വേറെ ഒന്നും അടിച്ചിട്ട് ഓക്കെ. സാബുചേട്ടൻ എന്തായിരുന്നു എന്നുള്ളത് പ്രാങ്ക് ഒന്നും ചെയ്യില്ല. ഇതേ കാര്യം പറയണം. ഇപ്പൊ പറഞ്ഞ പോലെയല്ല, നേരത്തെ പറഞ്ഞ പോലെ പ്രാങ്ക് ഒന്നും ചെയ്യില്ല. സാബുചേട്ടാ, സാബുചേട്ടാ, ഇവിടെ ചില ആൾക്കാർ പ്രാങ്കിന്റെ രാജാവിനെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞ് എന്നെ വിളിക്കണു. ഞാൻ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഷാജി പാപ്പൻ മീഡിയ. ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയിലാ, എന്നോട് ഷാബുചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അല്ല, പ്രയാഗി അല്ല. ഈ നമ്പർ ഇടയിലില്ല. ഹിമ. അറിയില്ല, ഞാൻ പറഞ്ഞു പ്രാങ്കിന്റെ എന്താണ് പറയാ, ഹോൾസെയിൽ ഡീലറെ ഞാൻ എന്ത് പ്രാങ്ക് ചെയ്യാനാണ്? അതെ അതെ, ഞാനൊന്നും പ്രാങ്ക് ചെയ്യാനില്ല. അതില് പല പ്രാവശ്യം പ്രൊഡ്യൂസറും മഞ്ചേശ്വരി എല്ലാം കൂടെ നോക്കിട്ട് ചീഞ്ഞ് ചാവും. സത്യം, ചീഞ്ഞ് ചാവും. അഹങ്കാരത്തിന് ഒരു കുറവില്ല. ചീഞ്ഞ് ചാവും. കാര്യം എന്തെന്നറിയാമോ, ഒരു പ്രാവശ്യം പിന്നെ എന്റെ മക്കള് സ്റ്റുഡിയോ എന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് പിന്നെ എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ മന്ദാമതികള് എന്റെ ഇന്നിയർ കട്ട് ചെയ്യാൻ മറന്നുപോയി. മുഴുവൻ ഞാൻ ചെവി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഷോ തുടങ്ങാൻ പോവാണ്. അപ്പൊ മഞ്ജുചേച്ചി ഇല്ല. അപ്പൊ ഞാൻ മഞ്ജുചേച്ചി അല്ല, ചേച്ചി വന്നോളും, അതിന് കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി എനിക്കൊന്നും പറയണ്ട, എനിക്കറിയാം. എന്നിട്ട് ഞാനിത് ഓൾറെഡി പ്ലാൻ കേട്ടിട്ടിരിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞു അയ്യോ ആണോ, അങ്ങനെയാണെങ്കിലും ഓക്കെ വരട്ടെ. എന്നിട്ട് എന്റെ രണ്ട് മക്കള് പെൺമക്കളുമായിട്ട് മഞ്ചേശ്വരി വന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. ഒരു വിധി. നിങ്ങളപ്പോ പ്രാങ്ക് പ്രൂഫ് ആണെന്നാണ് പറയുന്നല്ലേ? എനിക്ക് നാച്ചുറൽ അല്ലാത്ത എന്ത് സാധനം കേട്ടാലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓ ഓക്കെ. നമ്മൾ തമ്മിൽ ഭയങ്കര അടിയാണെന്നാണ് ഇവരിപ്പോ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഞങ്ങളിപ്പോ ഫുൾ അടി. ഞങ്ങള് ഇടയ്ക്കിടെ ഫോണിലൊക്കെ ബ്ലോക്ക് ചെയ്തു, അലമ്പ് അടി. പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ തമ്മിലുള്ള അന്തർധാര ഭയങ്കര സജീവമാണെന്ന്. കേട്ടല്ലോ. എനിക്കും കേട്ടല്ലോ. എനിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കണ്ടന്റ് പ്രൊവൈഡറാണ്. അതായത് ഞാൻ സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിക്ക് പൈസ വാങ്ങിക്കുന്നവനാണ്. അതുകൊണ്ട് ഇത് ഏത് ചാനലാണെങ്കിലും ശരി, വീഡിയോ ഡൗൺ ചെയ്യും. ഓൾറെഡി ഹിമ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഷെയറിനെ കുറിച്ച് സംസാരിച്ച് ഡീലാക്കി വെച്ചിട്ടുണ്ട്. സാവചേട്ടനുള്ളത് കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പ്രാങ്കുകളുടെ രാജാവിനെ ഓൾറെഡി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഹിമ ചേച്ചിയോട് പറഞ്ഞാണ്. പക്ഷെ ആള് ആദ്യമേ തന്നെ വാളും പരിചയം താഴെ വെച്ചിട്ട് അതിന് സ്കിപ്പാക്കി. ഞങ്ങൾ തമ്മിൽ അടികൂടി കഴിഞ്ഞു. എനിക്ക് അടികൂടാൻ താല്പര്യമില്ല ഇപ്പൊ. അതെ സെറ്റാക്കി. ഞാൻ ഹിമ ചേച്ചി പറഞ്ഞ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഹിമ ചേച്ചിയുള്ള വാടികാണ്. എടോ മിസ്റ്റർ സാബുമോനെ, നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ലെങ്കിൽ തള്ളിന് ഒട്ടും കുറവില്ല കേട്ടാ. നിങ്ങൾ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലെങ്കിൽ തള്ളിന് ഒട്ടും കുറവില്ല.
ഞങ്ങൾ തമ്മിൽ അടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, അന്ന് പിന്നെ അടിയും, പിന്നെ ഇടയ്ക്ക് സംസാരിക്കും, അങ്ങനെയാണ്. സാബു ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ ഫോൺ എടുക്കല്ലേന്ന് വിളിച്ചതാ, പിന്നെ തിരിച്ചു വിളിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു എച്ചിട്ട് പോ മനുഷ്യ. വന്നിരിക്കുന്നു, ഫോണൊക്കെ വിളിച്ച് തിരിച്ചു വിളിക്കാൻ.